ഒരു ചാനൽ ചർച്ചയിൽ ലീഗ് നേതാവിനോട് മുസ്ലിങ്ങളൊക്കെ തീവ്ര മനസ്കർ ആണ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അതിനാണ് ഇപ്പോൾ പി.സി. ജോർജിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാൻ ജയിക്കുമ്പോൾ സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു വിഭാഗം മലപ്പുറത്തുണ്ട്. നമ്മൾ ദൃശ്യങ്ങൾ സഹിതം നമ്മുടെ പൊതുജന മധ്യത്തിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. അത് കൃത്യമായി തുറന്നു പറഞ്ഞതാണ് പി.സി. ജോർജ് ഇത്തരത്തിൽ വെറുക്കപ്പെട്ടവനാകുന്നത്. രാജ്യം വിഭജിക്കാൻ കൂട്ടുനിന്നവർ എന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ വിമർശിക്കുമ്പോൾ ആണ് പി.സി. ജോർജ് വീണ്ടും വെറുക്കപ്പെട്ടവനാകുന്നത്, ജയിലഴിക്കുള്ളിലാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. ഈ നാട് എങ്ങോട്ടേക്കാണ് സർ പോകുന്നത്? 4 വോട്ടിന് വേണ്ടി ഇവിടത്തെ സെക്യുലർ ഫാബ്രിക്കിനെ മുഴുവൻ തച്ചുടച്ചുകൊണ്ട് ഒരു വിഭാഗത്തിനെതിരെ മാത്രം ശബ്ദം ഉയരുമ്പോൾ അവരെ നിഷ്കാസനം ചെയ്യാനുള്ള പ്രവണത ഇത് കേരളത്തെ എവിടേക്കാണ് കൊണ്ടുചെന്നെത്തിക്കുന്നത്? കേരളത്തിൽ കഴിഞ്ഞ 2 ദശാബ്ദക്കാലമായി അല്ലെങ്കിൽ ഒരു 2.5 ദശാബ്ദക്കാലമായി സമാരംഭിച്ചിട്ടുള്ള ഒരു പ്രത്യേക പ്രവണതയുടെ തുടർച്ചയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം ഇവിടുത്തെ ഈ മുന്നണി രാഷ്ട്രീയത്തിൽ ഇരു മുന്നണികളും ഇപ്പോ അവര് ഒരുമിച്ച് വരുമ്പോ ഇന്ത്യ മുന്നണി എന്ന് വേണമെങ്കിൽ അവരെ പറയാമെന്നു. അവരൊരുമിച്ച് കേരളത്തെ സംബന്ധിച്ച് ആ ഇന്ത്യ മുന്നണി പരസ്പരം മത്സരിക്കുമ്പോഴും അവര് ഒരുമിച്ച് നിലപാടെടുത്ത ചില വിഷയങ്ങളുണ്ട്. ഇപ്പൊ കേരള നിയമസഭയിൽ അബ്ദുൾ നാസർ മദനിയെ മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രമേയം പാസാക്കി. അത് 2 കോൺഗ്രസും CPM-ഉം എല്ലാം ഒരേ അഭിപ്രായക്കാരായിരുന്നു അക്കാര്യത്തിൽ. അപ്പൊ ഇതേപോലെ അവർക്ക് 2 കൂട്ടർക്കും യോജിക്കാവുന്നത് എവിടെ എന്ന് ആലോചിച്ച് അല്ലെങ്കിൽ അന്വേഷിച്ച് ചെല്ലുമ്പോൾ കൃത്യമായി അവര് കാലങ്ങളായി യോജിക്കുന്ന മേഖല ഒരു പ്രത്യേക മതവിഭാഗത്തെ അവഗണിക്കുകയും ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയമാണ് കേരളത്തിലുള്ളത്. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് ഇപ്പൊ പി.സി. ജോർജിന്റെ വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നതെങ്കിലും അദ്ദേഹം ഇതിന്റെ അപ്പുറവും ഇപ്പുറവും കണ്ടയാണ്. 2 ഭാഗവും കൃത്യമായി മനസ്സിലായി. 50 വർഷത്തെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പരിചയം പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഇതിന്റെ ഗുണവും എല്ലാ വശവും മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഇന്ന് BJP ആയി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഇവർക്കുള്ള ആരോപണം. അദ്ദേഹം BJP ആയതുകൊണ്ട് അദ്ദേഹത്തെ ഭാവി രാഷ്ട്രീയ രംഗത്ത് നിന്ന് ഒഴിവാക്കാനുള്ള കൃത്യമായ അജണ്ടയാണ് ഈ ഒരു അഭിപ്രായ പ്രകടനത്തിന്റെ പേരിൽ മാത്രം അദ്ദേഹത്തെ ആക്രമിക്കാനും അദ്ദേഹത്തെ ആക്ഷേപിക്കാനും അല്ലെങ്കിൽ ആ രീതിയിലുള്ള നിരന്തരമായ പ്രചരണത്തിന് വേദിയാക്കി മാറ്റിക്കൊണ്ട് ഒരു അജണ്ട നടപ്പാക്കുകയാണ് ഇന്നിവിടുത്തെ ഇടത് വലത് മുന്നണികൾ. പ്രത്യേകിച്ച് അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന് നേതൃത്വം കൊടുക്കുന്നു. ലീഗ് ഏതാണ്ട് ഈ ഇപ്പുറത്തെ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ അപ്പുറത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ലീഗും ഒരേ നിലപാടെടുത്തുകൊണ്ട് UDF-ഉം LDF-ഉം ഒരേ നിലപാടെടുത്തുകൊണ്ട് ഈ വിഷയത്തെ സമീപിച്ചിരിക്കുന്നു. അതാണ് കേരളത്തിൽ ഈ വിഷയത്തിൽ രൂപപ്പെടുന്ന രാഷ്ട്രീയം. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ലീഗ് കൃത്യമായിട്ട് രൂപപ്പെട്ട കാലം മുതൽ പേരിന്റെ കൂടെ മുസ്ലിം എന്നുള്ള ആ ഒരു പദം ഉപയോഗിച്ചുകൊണ്ടാണ് പോളറൈസേഷൻ നടത്തുന്നത്. രാഷ്ട്രീയ പോളറൈസേഷനാണ് നടത്തുന്നത്. ആ മുസ്ലിം ലീഗിനെയാണ് അദ്ദേഹം വിമർശിച്ചത് എന്ന് പ്രമുഖ അഭിഭാഷകൻ രാംകുമാർ സാർ ഇവിടെ സൂചിപ്പിച്ചത്. അപ്പൊ കൃത്യമായിട്ട് അദ്ദേഹത്തിന് മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയോട് സംസാരിക്കുന്ന വേളയിൽ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അദ്ദേഹം തിരുത്താനും തയ്യാറാണ്. പക്ഷെ ആ തിരുത്തലിനെ ഒന്നും അംഗീകരിക്കാതെ കോടതി തന്നെ ഈ കാര്യത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു വിധിയുടെ ഭാഗമായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോലും അർഹതയില്ല എന്നുള്ള പ്രയോഗം തന്നെ വന്നു എന്നാണ് ഞാൻ കേട്ടത്. അതൊക്കെ രാംകുമാർ സാറിനെ പോലെയുള്ള നിയമവിദഗ്ധർ പറയണം. അതൊക്കെ എങ്ങനെ കോടതിക്ക് പറയാൻ കഴിയും? കാരണം അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ രംഗത്തെ പരിചയം എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായി 1980 മുതലാണ്. അപ്പൊ ഇത്രയും കാലഘട്ടമായിട്ട് നിരന്തരമായി രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി, അതിൽ ഇടതിലും അല്ലെങ്കിൽ UDF-ഓ LDF-ഓ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും കേരളത്തിന്റെ രാഷ്ട്രീയത്തെ കൃത്യമായി മനസ്സിലാക്കിയ വ്യക്തി. അപ്പൊ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്നത് ഇത് അദ്ദേഹത്തോടുള്ള വെല്ലുവിളിയല്ല, മറിച്ച് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന സംഘടന, അദ്ദേഹത്തിന്റെ സമീപനം അല്ലെ അദ്ദേഹം പറയുന്ന ആശയം, ഇപ്പോൾ അദ്ദേഹം പറയുന്ന ആ ആശയത്തെ എതിർക്കാൻ വേണ്ടി കൃത്യതയോടുകൂടി ഒരു അജണ്ട എവിടെ നിന്നൊക്കെ വരുന്നു എന്നുള്ളത് നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനു മുമ്പ് ഈ തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായ സമയത്ത് കോടതി വിധിക്കെതിരായിട്ട്
ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ നാട് കടത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്ന കഥ നമുക്കറിയാം. പോലീസ് സ്റ്റേഷനിൽ ബോംബുണ്ടാക്കും എന്ന് പരസ്യമായി രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് പ്രഖ്യാപിച്ച ചരിത്രം നമുക്കറിയാം. ഇപ്പോ ഈ ജനം TV തന്നെ ഈ ഡിസ്കഷനോടനുബന്ധിച്ച് ചില ദൃശ്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആ ദൃശ്യങ്ങളിൽ കണ്ട സംഭവങ്ങളിലൊക്കെ ഉണ്ടായ പ്രതികരണം നമുക്കറിയാം. ഈ സമയത്തൊന്നും ഉണ്ടാവാത്ത ഒരു താല്പര്യം, ആ താല്പര്യവും സമീപനവും അജണ്ടയും PC ജോർജിന്റെ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഇപ്പോ ഈ തരത്തിലൊരു വിധി പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ആ പ്രഖ്യാപിച്ച ജഡ്ജിയെ നാട് കടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് PC ജോർജ് പറഞ്ഞില്ല, BJP സമരം നടത്തിയില്ല, അദ്ദേഹത്തെ വിദേശത്തോട്ട് കടത്തണമെന്നോ കണ്ണൂരേക്ക് കടത്തണമെന്നോ എന്നൊന്നും പറയുന്നില്ലല്ലോ ആരും. ഇന്നിപ്പോ ഇവിടെ ഉണ്ടായിട്ടുള്ള സമീപനം കൃത്യമായിട്ട് കോടതിയിൽ PC ജോർജ് കീഴടങ്ങി എന്ന് പറഞ്ഞാൽ നിയമവ്യവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് BJPയും PC ജോർജും എടുക്കുന്ന സമീപനം ഈ നാടിന്റെ രാജ്യത്തിന്റെ ഭരണഘടനയെയും സംവിധാനത്തെയും വിശ്വസിച്ചുകൊണ്ട് അതിനൊപ്പം നിൽക്കുന്ന ദേശസ്നേഹികൾക്ക് തികച്ചും ആത്മവിശ്വാസം പകരുന്ന കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ ക്രിക്കറ്റിൽ ജയിക്കുമ്പോൾ വിജയം പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ ആഹ്ലാദിക്കുന്ന ആളുകൾ ഇവിടെ ഇല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ട് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞാൽ അത് തെറ്റാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു അങ്ങനെയുള്ള സംഭവങ്ങളെ ഈ നാട്ടിൽ ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. നേരത്തെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ തന്നെ ഈ കേരള സംസ്ഥാനത്ത് ദശാബ്ദങ്ങൾ കഴിയുമ്പോഴേക്കും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ പിടിയിലായി പോകുമെന്ന് പരസ്യമായി പച്ചയ്ക്ക് പറഞ്ഞ സംഭവം നമുക്ക് ഓർമ്മയില്ലേ? അദ്ദേഹം അത് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ പേരിൽ ആരെങ്കിലും കേസെടുത്തോ? അദ്ദേഹം ആ കാര്യങ്ങൾ പരസ്യമായിട്ട് തന്നെയല്ലേ പറഞ്ഞത്. അപ്പൊ ആ പ്രത്യേക മതവിഭാഗത്തിലെ ചെറുപ്പക്കാർ നടത്തുന്ന ചില കാര്യങ്ങളെ കുറിച്ച് അച്യുതാനന്ദൻ അക്കാലത്ത് നടത്തിയ പരാമർശം അതേ കാര്യങ്ങളെ തന്നെ വേറെ ചില പരിവേഷങ്ങളോടുകൂടി പിന്നീട് ശ്രീ AK ആന്റണിയുടെ അടക്കം വാക്കുകളിലൂടെ വന്ന സംഭവങ്ങൾ ഇതെല്ലാം നിരന്തരമായി കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ മാറ്റത്തിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ്. അത്തരം വിഷയങ്ങളെ തന്നെയാണ് PC ജോർജും ഇവിടെ ഉയർത്തിക്കാണിച്ചത്. അതിന്റെ പേരിൽ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യുക എന്ന അജണ്ടയോടുകൂടിയുള്ള സമീപനം സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിനൊപ്പം തന്നെ നിന്നുകൊണ്ട് അദ്ദേഹം ഇന്ന് പ്രതിനിധാനം ചെയ്യുന്ന അദ്ദേഹത്തിന് ചേർന്നു നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഭാരതീയ ജനതാ പാർട്ടി നിലപാടെടുത്തിട്ടുണ്ട്. ആ നിലപാട് തുടരുക തന്നെ ചെയ്യും. അദ്ദേഹത്തിന് നിയമപരമായും രാഷ്ട്രീയമായും എല്ലാ പിൻബലവുമായി ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാകുമെന്നുള്ള കാര്യം ആ പിന്തുണയാണ് നമ്മൾ ഇന്ന് കണ്ടത്. കഴിഞ്ഞ 24 മണിക്കൂറായി പല മാധ്യമങ്ങളും നൽകിയ വാർത്തയാണ് BJP പോലും PC ജോർജിനെ കൈയൊഴിഞ്ഞു എന്ന്. സംസ്ഥാന അധ്യക്ഷൻ മുതൽ അങ്ങേയറ്റം താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വരെ PC ജോർജിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ ഈരാറ്റുപേട്ടയിൽ അദ്ദേഹത്തിനൊപ്പം നിന്ന കാഴ്ചകൾ, ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്.